അങ്ങനെ രേഖാചിത്രം എന്ന സിനിമ കണ്ടു. വളരെ മികച്ചൊരു സിനിമ. അതായത് എനിക്കെല്ലാം ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു ഉള്ളിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നല്ലൊരു സിനിമയാണ്, ഞാൻ തിയേറ്ററിൽ തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഷോ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് അഭിപ്രായമൊന്നും കേൾക്കാതെ പോയി കണ്ടു, അത് ഇഷ്ടപ്പെട്ടു. അത് ഉള്ളിൽ നിന്നൊരു ഒരു സംതൃപ്തി കിട്ടാറുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കതാണ് കിട്ടിയത്. ഈ പടത്തിൻ്റെ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഹൈലൈറ്റ്, ഇപ്പം ഇൻ്റർവ്യൂവിലെല്ലാം ഇതിൻ്റെ ഡയറക്ടറായ ജോഫിൻ ടു ചാക്കോവും അതുകൂടാതെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആസിഫ് അലി ആയാലും അനശ്വര രാജനായാലും പറയുന്ന കോമൺ ആയിട്ട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് സിനിമയിൽ അവരുടെ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് അല്ലാതെ സിനിമ മൊത്തത്തിൽ വായിച്ചപ്പം അതിൻ്റെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറി കണ്ടിട്ടാണ് ഭയങ്കര എക്സൈറ്റഡ് ആയതെന്ന്. എല്ലാവരും എടുത്തു പറയുന്ന വേറൊരു കാര്യമായിരുന്നു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി. അതായത് പണ്ട് നടന്നൊരു സിനിമേൻ്റെ ബിഹൈൻഡ് ദ സീൻസ് അല്ലെങ്കിൽ പാരലായിട്ട് നടക്കുന്നൊരു കാര്യം അവരുടെ രീതിയിൽ ചിന്തിച്ച് എഴുതിയൊരു കഥയാണെന്നും കൂടെ. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം പണ്ട് നടന്ന ഒരു സിനിമയുടെ പാരലായിട്ട് നടക്കുന്ന കഥ. അപ്പോൾ അത് വേറെ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പം ഭയങ്കര നല്ല രസമായിരുന്നു, നല്ല ഇൻട്രീഗിങ് ട്രെയിലറായിരുന്നു. അങ്ങനെ ദ ക്യൂ എന്ന സിനിമയ്ക്ക് വേണ്ടി മനീഷ് നാരായണനോട് സംസാരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡയറക്ടർ ജോഫിൻ്റെ ചാക്കോ തന്നെ പറയുന്നുണ്ടായിരുന്നു, 2018 ആക്ച്വലി ജോഫിൻ്റെ ഫസ്റ്റ് സിനിമ പ്രീസ്റ്റ് എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണെന്നുള്ള, സാമ്പത്തിക വിജയം നേടിയെങ്കിലും എനിക്കങ്ങനെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിനിമയായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ എൻജോയ് ചെയ്യാതെ കണ്ടൊരു പടമായിരുന്നു തിയേറ്ററിൽ തന്നെ. പക്ഷേ അതിനേക്കാൾ മുന്നേ കിട്ടിയ ഒരു ഐഡിയ ആയിരുന്നു ഇതെന്ന് അന്ന് ജോഫിൻ ടി ചാക്കോ മനീഷ് നാരായണനോട് പറയുകയുണ്ടായി. ഏതൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ ഇൻ്റർവെല്ലിൽ ഒരു വൺ ലൈനർ പറഞ്ഞു. ഇതിൻ്റെ റൈറ്റർ വൺ ലൈനർ പറഞ്ഞു. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു സ്റ്റോറിയായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2018 തൊട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നൊരു സിനിമയാണ്. 2021 പ്രീസ്റ്റ് കഴിഞ്ഞതിന് ശേഷം 4 വർഷമായി. അപ്പോൾ 4-5 വർഷം എടുത്ത് ഡെവലപ്പ് ചെയ്തൊരു സിനിമ എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഒരുപാട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്തും മരിച്ചവരുടെ ഫാമിലിൻ്റെ അടുത്തുനിന്നൊക്കെ NOC വാങ്ങി ചെയ്ത പടം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക, നമ്മളെ മനസ്സിലൊരു താല്പര്യം ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതൊരുപാടുണ്ടായിരുന്നു സിനിമ കാണാൻ പോകുന്ന സമയത്ത്. പണ്ട് നടന്നൊരു സിനിമ, അതിൻ്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെ സംഭവിച്ചേക്കാം എന്നൊരു തോട്ട് വരുമല്ലോ ഒരു മനുഷ്യന്. അത് എങ്ങനെ വന്നു എന്ന് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി നമുക്ക് എന്താ പറയുക ക്യൂരിയോസിറ്റി ഉണ്ടായി. അതായത് പൊതുവേ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ പണ്ട് നടന്നൊരു സിനിമേൻ്റെ ബിഹൈൻഡ് ദ സീൻസ് നടക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പാരലായിട്ട് നടക്കുന്ന കാര്യങ്ങളും വളരെ മികച്ച രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നല്ല രീതിയിൽ പണ്ടത്തെ കാലം റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നടന്ന കാലവും ഇന്ന് നടന്ന കാലവും പാരലായിട്ട് കാണിക്കുന്നു. എന്തുകൊണ്ട് ഇതിൻ്റെ റൈറ്റർ അങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട് ആ സിനിമ തന്നെ ചൂസ് ചെയ്തു. അപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഡയറക്ടറിനും സ്ക്രീൻ റൈറ്ററിനും റിവീൽ ചെയ്യാൻ പറ്റാതിരുന്നു സിനിമയ്ക്ക് മുമ്പേ, കാരണം അതൊരു സ്പോയിലർ ആയേക്കാം. അപ്പം ഇതൊക്കെയാണ് ആ പണ്ട് നടന്ന സിനിമേൻ്റെ ഒരു സീൻ. പിന്നെ അത് കൂടാതെ പാരലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ, പണ്ടുണ്ടായ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഉണ്ടായ അതേ ക്യാരക്ടർ വളർന്നിപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൂടാതെ പണ്ട് നടക്കുന്ന ഒരു സിനിമേൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കാണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡയറക്ടറായാലും അസിസ്റ്റൻറ്റ് ഡയറക്ടറാണെങ്കിലും ക്യാമറാമാൻ ആണെങ്കിലും അതിൽ അഭിനയിച്ചിരിക്കുന്ന പ്രമുഖ നടനാണെങ്കിലും അവരെല്ലാം എങ്ങനെ റീക്രിയേറ്റ് ചെയ്തു, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, വളരെ നല്ലൊരു സിനിമ. ഭയങ്കര ഹാപ്പിയാണ് തിയേറ്ററിൽ തന്നെ കണ്ടുകൊണ്ട് തന്നെ. ഇപ്പം ആസിഫ് അലീൻ്റെ ആണെങ്കിലും അനശ്വരാജൻ്റെ ആണെങ്കിലും നല്ല പ്രകടനം. അവർ മാത്രമല്ല, ഇന്ദ്രൻ ചേട്ടനുണ്ട്, സിദ്ദിഖൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ഞാൻ പറയില്ല, ഇപ്പോൾ ഈ സിനിമ ഇതാണ്, ഇൻഡിവിജ്വൽ പെർഫോമൻസിനേക്കാൾ ഉപരി ഇപ്പം സ്ക്രീൻ പ്ലേ ആണ് ഇതിൻ്റെ എടുത്തിരിക്കുന്ന രീതി, അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോറിയാണ് ഭയങ്കര ഇൻട്രസ്റ്റിങ്. ഇപ്പം കിഷ്കിന്ധാണ്ടം കണ്ടിട്ട് എല്ലാവരും പറഞ്ഞല്ലോ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വളരെ മികച്ചതായിരുന്നു എന്ന്. എനിക്ക് തോന്നുന്നു ഹോപ്പ്ഫുള്ളി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് ഡിസ്കഷൻ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു പടം തന്നെയാണ് ഈ രേഖാചിത്രം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നല്ലൊരു സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതുണ്ട് എനിക്ക് പ്രത്യേകിച്ച്. അപ്പം ഭയങ്കര ഹാപ്പിയായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ ഒരാളുടെയും അഭിപ്രായം കേൾക്കാതെ, ഒരു സ്പോയിലർ പോലും വായിക്കാതെ സിനിമ പോയി കണ്ട് അത് ഇഷ്ടപ്പെട്ട് ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ അത് സിനിമയുടെ പണ്ടൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമ കാണുമ്പോൾ ഒരു ഡബിൾ ഹൈ അല്ല ഡബിൾ എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതെനിക്ക് കിട്ടി. അപ്പോൾ അത്രമാത്രമേ പറയാനുള്ളൂ. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്നിട്ട് ഇത്തരം സിനിമകളാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് വിജയിപ്പിക്കേണ്ടത്.